ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ എസ് ടു ബി. ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് പോവാണ്, ഒരാളെ കാണാൻ പോവാണ്. ആരെ ഏതാന്നൊക്കെ ഞാൻ പറയാം. ആദ്യം നമുക്ക് അവിടെ ചെല്ലാം. സോ നമ്മള് ഇവിടെ ഫൈനലി എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് വീട്. നമുക്ക് എന്നാ വീട്ടിലോട്ട് കയറാം. ആരാന്ന് മനസ്സിലായോ? സാവിയോ ജോസഫ് മെൻഡസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് ക്ലിക്കാവില്ല. പക്ഷെ DJ സാവിയോ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലും നമ്മുടെ കേരളയിലും എല്ലാവർക്കും അറിയാം. നമ്മളിന്ന് DJ സാവിയോനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഹലോ സാവിയോ, വെൽക്കം. താങ്ക് യു. സാവിയോ ജോസഫ് മെൻഡസ്, പോപ്പുലർലി നോൺ ആസ് DJ സാവിയോ, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. സോ DJ എന്നുള്ളൊരു അറ്റാച്ച്മെന്റ് പേരിലുണ്ടെങ്കിലും മൾട്ടിപ്പിൾ കാര്യം ചെയ്യുന്ന ആളാണ് DJ സാവിയോ. കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കരിയറിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? കുറെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ ഓപ്പർച്യൂണിറ്റീസിനെ കയ്യിൽ നിന്ന് കളയാറില്ല. So I catch those opportunities, make use of it, and yes, use it at the correct time. അതാണ് ശരിക്കും എൻ്റെ ഒരു സക്സസിൻ്റെ ഒരു മന്ത്ര. I had music passion because I guess you know this band called 13AD. ഓക്കെ, പഴയ കൊച്ചിയിലെ ഫേമസ് ബാൻഡ് ആയിരുന്നു. ഫേമസ് അല്ല, വേൾഡ് ഫേമസ്. ഈ 13AD മിക്കവരും എൻ്റെ കസിൻസ് ആയിരുന്നു. So I used to go listen to their music. പഴയ സീ ലോഡ് ഹോട്ടലിൻ്റെ ഫാദറിനെ കൊണ്ടുപോയി. I was like ആ ഒരു സമയത്ത് ക്രേസ് ഉള്ള സമയമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മ്യൂസിക്കായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആണ് നൈറ്റ് ക്ലബ്സ് അവിടെ ചെന്നൈയിൽ പൊട്ടി മുളക്കണം. ഓക്കെ. സോ അവിടുത്തെ ഫസ്റ്റ് നൈറ്റ് ക്ലബ് എന്ന് പറയണമെങ്കിൽ സോക്കോ എന്ന് പറയും, അംബാസിഡർ പല്ലവ, എഗ്മോറിൽ. ഓക്കെ. അപ്പോൾ ഞാനൊരു കൂട്ടുകാരനും എൻ്റെ കസിൻ അവിടെ ഉണ്ടായിരുന്നു. സോ എൻ്റെ മമ്മിയുടെ സിസ്റ്റർ വാസ് സ്റ്റേയിങ് ഇൻ പെരമ്പൂർ. സോ ഞാൻ അവിടെ പോയി കസിനെ മീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ സാറ്റർഡേ സൺഡേ എൻ്റെ സൈക്ലിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോ വർക്ക്. അപ്പോൾ സാറ്റർഡേ ഈവനിങ് ക്ലബുകളിലൊന്ന് കയറാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശ്രമം നടത്തി ക്ലബിലേക്ക് കയറാൻ പറ്റി. അപ്പോൾ ഡാൻസ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമൊന്നുമില്ല. ഇയാള് ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യണമെന്ന് അറിയണമായിരുന്നു. DJ ബൂത്തിനകത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ പിന്നെ DJനെ പരിചയപ്പെടണം. സോ അവിടെ ഭയങ്കര ജാട. പക്ഷെ അന്ന് CD പ്ലെയറും സംഭവങ്ങളൊന്നും ഇല്ല. Okay. There was no CD players and all. They were just cassette players. Seriously, there was two only. അതായത് DJ ക്ലബ്സിനകത്ത് കാസറ്റിൽ നിന്നാണ് മ്യൂസിക് പ്ലേ ചെയ്തോണ്ടിരുന്നത്. ഓ വാവ്. ആ സമയത്ത് കാസറ്റ് പ്ലേയേഴ്സ് ആയിരുന്നു. പിന്നെ ജെമിനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് വാഷ് ഔട്ട് ജെമിനി എന്ന് പറഞ്ഞിട്ട് DJ കൺസോൾ, ഒരു കൺസോളും ഉണ്ടായിരുന്നു. സോ അങ്ങനെ അവിടെ പോയി, അങ്ങനെ 2 പ്രാവശ്യം പോയി, 3 പ്രാവശ്യം പോയി, 4 പ്രാവശ്യം പോയി. ഇയാളെടുക്കണില്ല. അവസാനം ഞാൻ അവിടുത്തെ ബൗൺസർ അറിയാലോ, അപ്പോഴും ഉണ്ട്, ബൗൺസറിനടുത്ത് പറഞ്ഞ് മുട്ടിച്ചേരാ പോകുന്നതിനും പറഞ്ഞു. ഞാൻ കേരളത്തിൽ നിന്നാണ്. അപ്പൊ ബൗൺസറിന് ഇഷ്ടപ്പെട്ടത് വേറെ ഒന്നല്ല, ഞാൻ സ്പോർട്സ് പേഴ്സണാലിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓൾസോ ഇൻട്രസ്റ്റഡ്. അങ്ങനെ ബൗൺസറാണ് DJനെ മുട്ടിച്ചേർന്നത്. ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ സാറ്റർഡേ സൺഡേസ് ഞാൻ അവിടെ പോയി DJയുടെ ഒപ്പം ചേർന്ന് അയാൾ എന്താ ചെയ്യണത്, പാട്ട്, ഹൗ ഹി കൺട്രോൾസ് ദ ഹോൾ തിങ്. പക്ഷെ അന്ന് സംഭവം നമ്മൾ കാണാത്ത സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. എന്നുണ്ടെങ്കിൽ വിഷ്വലൈസിങ്, ഏത് പാട്ടിട്ടാലും ആ സെയിം വിഷ്വൽസ് ദേ വർ ഷോയിങ്. ഓ ഓക്കെ. വി വർ ലൈക്ക് കേരള നമ്മൾ ചിന്തിച്ചിട്ടും BDJ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അത് ഈ MTV ഗ്രൈൻഡും ആ സെയിം സാധനങ്ങളെല്ലാം. What is happening in the what is the music which was played, the visuals were played on the screen. Okay. So അതും ഒരു പുതിയ സംഭവമായിട്ട്. പക്ഷെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നും സീറോ. സോ അങ്ങനെ ഐ എം കമ്മിങ് ബാക്ക് ഹിയർ. DJനെ പരിചയപ്പെട്ടു. DJ ടാസ്ക് ചുമടുക്കും. ഓ, ഡിജിറ്റൽ അസിസ്റ്റന്റ് ആയിട്ട് എടുത്തോ? പിന്നെ എടുത്ത് ചുമടെടുത്ത് കുറച്ച് ഇതെല്ലാം പോയി. അന്ന് ഒരു CD മേടിക്കാനായിട്ട് 1200 രൂപയായിരുന്നു ഒറ്റ CD. സോ CD വാസ് ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. നേരെ ഇവിടെ വന്ന് അപ്പോൾ ഞാൻ മന്ത്ലി ഇവിടെ വന്ന് കഴിയുമ്പോൾ ഡാഡിനെ സോപ്പിട്ട് ഡാഡി ഇങ്ങനെ 50 രൂപ തരും.
നേരെ അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ മട്ടാഞ്ചേരി. ഓക്കെ. പുതിയ പാട്ടുകൾ ഓരോന്ന് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് അന്ന് ഡാഡിക്ക് ലയൺസ് ക്ലബ്ബിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ലയൺസ് ക്ലബിൻ്റെ സാറ്റർഡേ ഈവനിങ്സ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ സൺഡേ ഗെറ്റ് ടുഗദേഴ്സ് ഉള്ളപ്പോൾ ഞാൻ ഈ സീറ്റ് കാസറ്റ് സ്പൂള് കറക്കി 2 കാസറ്റ് പ്ലെയറിലിട്ട് അങ്ങനെയാണ് ഡി ജെയിലേക്ക് വരുന്നത്. പക്ഷേ then my first career was what you call fitness. Okay. I used to do training, I used to do cycling. പിന്നെ അവിടെ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പല ഡിപ്ലോമാസും എടുക്കണമായിരുന്നു. ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, യു കുഡ്, അതാണ് ചെന്നൈയിലൊരു ഗുണം ഉണ്ടായിരുന്നു. സോ ഫുട്ബോൾ റെഫറിയുടെ ഡിപ്ലോമ എടുത്ത്, കുൻഫുയുടെ ഒരു ഡിപ്ലോമ എടുത്ത്, പിന്നെ അവിടെ നിന്ന് മാത്രമല്ല then I took the diploma in aerobics also. Aerobics അതൊരു വഴിത്തിരിവായിരുന്നു. സോ ഞാൻ അവിടെ ട്രെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞെന്ന് വെച്ചപ്പോൾ അവിടെ പറഞ്ഞു യു റിക്വയർ മ്യൂസിക്, ആറോബിക്സിന് മ്യൂസിക് വേണം. സോ നമ്മുടെ ആ ഒരു കണക്ഷൻ സോ അങ്ങനെ ആറോബിക്സിന് ഞാൻ ഐ യൂസ് ടു പ്ലേ മ്യൂസിക്, ഐ യൂസ് ടു ഡു ആറോബിക്സ്. അങ്ങനെ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാനിവിടെ വരണേ, തിരിച്ചിവിടെ വരണേ. അപ്പം എന്ത് ചെയ്യണം? കോളേജിലാണെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സാറിന് 2 കൊല്ലം കൂടി ഉണ്ട് റിട്ടയർ ആവാൻ. So guess what? I came in as a lecturer and ready at reading. Guess what? Which college I got in first as a lecturer? Can you guess? Alberts? No. One more chance I'll give you. Kochila college ആണ്. Kochila. Sacred Hearts? No. Okay. I got an opportunity and I worked 1 year in St. Teresa's College. Oh my God! Dream of every boy. I was there as a lecturer. Okay. അപ്പോൾ എല്ലാവരും പറഞ്ഞു കോളടിച്ച്. But then I did not find job satisfaction. ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്ന് ഒരു വ്യക്തിയാണ്. So I did not find job satisfaction there because there were a lot of ups and downs. Because ഏത് കോളേജിൽ പോയാലും ഡോൺസ് കൂടുതലാണ്, ഡോൺസിനെക്കാളും കൂടുതൽ ഡോൺസ് ആണ്. അപ്പം നമുക്കൊരു ഫ്രീഡം ഇല്ലെങ്കിൽ നമുക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തതുണ്ട്. സോ ഒരു കൊല്ലം ഞാൻ കഴിഞ്ഞപ്പോൾ വിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് വട്ടാണ്. ഏറ്റവും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ 6 മണിക്ക് എന്നെ കൊണ്ട് ആക്കാനായിട്ട് കുറെ കൂട്ടുകാർ ബൈക്കിന് വരും. അതിൻ്റെ സ്റ്റോറി ഭയങ്കര അടിപൊളി സ്റ്റോറിയാണ്. Then I'm getting into Taj. Okay. As a fitness center instructor, like manager. Okay. By the time I started personal training also, I was doing personal training for a lot of people out here. അങ്ങനെ personal training ചെയ്തു കഴിഞ്ഞാൽ മനോരമ, സ്മാർട്ട് റൂമീസ്, ആ ഒരു സർക്കിളിൽ I was doing personal training. Okay. And sports trauma, like rehabilitation, sports injuries and rehabilitation ആയിരുന്നു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ IM Vijayan, CV Papachan, അങ്ങനെ കുറെ പേര് ഇഞ്ചുറീസ് കഴിഞ്ഞ് വന്നിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവിടെ. അത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ കണ്ണൻ പൂഴേന്തി. സോ ഈസ് ദ വൺ ഹു ടോട്ട് മീ ടു ഡു ദീസ് റിക്കവറി ഹാബ്സ്. സോ ഇവിടെ വന്നപ്പോൾ എനിക്ക് അതുകൊണ്ടായിരുന്നു. പക്ഷേ ഒന്നിലും അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഗ്രാബ് ചെയ്തോണ്ടിരുന്നു. സോ ഇങ്ങനെ പേഴ്സണൽ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു സാവി യു ആർ പ്ലേയിങ് ഗുഡ് മ്യൂസിക്. അപ്പോൾ ഞാനൊരു സാധനം കൂടി ആഡ് ചെയ്ത് എന്താണ് നമ്മുടെ മ്യൂസിക് സംഭവങ്ങൾ. അങ്ങനെ മ്യൂസിക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എവറിബഡി വാസ് ഫീലിംഗ് ഇൻട്രസ്റ്റഡ് ടു കം ഇൻ ടു മൈ ക്ലാസ് ഫോർ പേഴ്സണൽ ട്രെയിനിങ്. ലൈക്ക് 3/4 മണിക്കൂർ എവിടെയാണെങ്കിൽ 3/4 മണിക്കൂർ, ലൈക്ക് I get 15 minutes in between. So in that 15 minutes I had to reach the next house. So time management. Another thing what I learned is time management. So that is one thing which I learned from when I used to go from place to place. Where I don't know how youth is managing the time. That's very tough. So another thing what I found here is people were interested to do things which was out of the box, which was newly into coaching. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് ഓൾമോസ്റ്റ് 3 days അവിടെ ആണെങ്കിൽ 3 days വരെ എനിക്ക് ഗ്യാപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. So this was happening in 1999. Okay, and then I used to have my aerobics class. അന്ന് കോഹെഡ് ജിം ഇല്ല, ഫിറ്റ്നസ് ഇല്ല, ആണുങ്ങൾക്ക് വേറെ സമയം, പെണ്ണുങ്ങൾക്ക് വേറെ സമയം. So I introduced this thing called
co-head classes. Okay. So അത് കണ്ട് അത് aerobics ആയിരുന്നു. aerobics. Okay. aerobics അന്ന് കൊച്ചിയിലില്ല. ഇല്ല. കൊച്ചിയിൽ ആകെ ജിം ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് രാവിലെ 5 മണി തൊട്ട് 9 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസ് ടൈം. So I broke that thing. Okay. And then I started this co-head gym and co-head aerobic center, which was like class 60 പേർക്ക് ഞാൻ ആ സമയത്ത് ക്ലാസ് എടുക്കുമായിരുന്നു. Oh wow. And ചില സമയത്ത് so that was in the evening at Papali Hall, St. Albert's College. ഓർഗനൈസ് St. Albert's College ലെക്ചറായിട്ട് കയറാൻ വന്ന മനുഷ്യനാണ്. I got that Papali Hall അവിടെ അച്ഛന്മാരുടെ ബന്ധത്തിൽ so അങ്ങനെ Papali Hall aerobics ചെയ്യും. So my schedule is to start at 4 o'clock in the morning. Wow. Okay. So morning 4 o'clock I wake up, 4:30 I'm out of the house. Whether it is rain or shine or something, I'm out. I go to people's house, train ചെയ്യാനായിട്ട്. ഒരു 3 days കൊച്ചിയിലാണെങ്കിൽ 3 days ഫോർട്ട് കൊച്ചിയിലുണ്ട്. Okay. That was my schedule. അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ പേഴ്സണൽ ട്രെയിനിങ്ങിന് ആൾക്കാർ വരും. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ 1 hour is my power snap. So I take power snap. ഇപ്പോഴും എടുക്കും. അതാണ് സ്വിച്ച് ഇട്ട മാതിരിയാണ്. ഇനി ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്നു. So that is one mantra of mine. And then I get up at 4 o'clock. 4 o'clock onwards, again my personal training. People used to come for personal training. Okay. From there I used to go to Papali Hall for my aerobics. അവിടെ ഞാൻ ടാജിൽ പോകുമായിരുന്നു ജോലി ചെയ്യാനായിട്ട്. രാത്രി അല്ല ഫിറ്റ്നസിന്. Okay. ഫിറ്റ്നസ് ട്രെയിനറായിട്ട് പോവാം. അവിടെ നിന്ന് then I used to go for DJing. Oh my god, what a packed day. So that was my schedule. Okay. I've never had sleep for around 4 to 5 hours, more than 4 to 5 hours a day for almost 3 to 4 years. Almost എല്ലാ ദിവസവും പ്രൈവറ്റ് പാർട്ടീസ് ഉണ്ടാവും. എവിടെയെങ്കിലും DJയും ലൈറ്റ് ആൻഡ് സൗണ്ടും. ഞാൻ എനിക്ക് 2 സ്പീക്കേഴ്സ് പപ്പാളി ഹോളിൽ ഉണ്ടാവും. ആ സ്പീക്കേഴ്സ് ഞാൻ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും. വൈഫ് ഉണ്ടാവും. വൈഫായിരുന്നു ലൈറ്റ് ഓപ്പറേറ്റർ. ഓ അടിപൊളി. ഒരു ഒമിനി വാനിൽ അന്ന് ഞാൻ ചാർജ് ചെയ്തുകൊണ്ട് വെച്ചാൽ 2000 രൂപയായിരുന്നു ഒരു സെറ്റ് പ്ലേ ചെയ്യുന്നതിന്. ഒരു സെറ്റ് പ്ലേ ചെയ്യണേ. ഓക്കെ. പിന്നെ വണ്ടി വാടക 1000 രൂപ. ഓക്കെ. അപ്പൊ 3500 രൂപ ആയിരുന്നു ഫുൾ പരിപാടി. ഓക്കെ. അപ്പൊ അത് കാരണം ഡെയിലി പരിപാടിയായിരുന്നു. അങ്ങനെ ഏൺ ചെയ്ത് അപ്പൊ വൈഫിൻ്റെ അടുത്ത് പറയും ബാഗിൽ ഇങ്ങനെ കാശെടുത്ത് വെക്കും. കൂട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഐ യൂസ് ടു ഗെറ്റ് റെഗുലർ ഷൂസ്. അപ്പോൾ റെന്റിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡൻ്റ് ആകണ്ടല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഐ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ ലൈറ്റ് ആൻഡ് സൗണ്ട്. ഓക്കെ. മനസ്സിലായി. സ്വന്തമായിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് വേണം എന്നുള്ളത്. അങ്ങനെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ. അപ്പോൾ ഈ എക്യുപ്മെൻറ്റ് മേടിക്കാൻ കാശ് വേണം. അപ്പോൾ എക്യുപ്മെൻറ്റ് മേടിക്കാനായിട്ട് കാശ് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് അന്നത്തെ ഇതിൽ ഒരു 60,000 രൂപ വരുന്ന എക്യുപ്മെൻറ്റ്. സോ ഷോസ് കൂടുതലാണ്, ഫിറ്റ്നസ്സും നടക്കണം അതിൻ്റെ കൂടെ, പിന്നെ ടൈം മാനേജ്മെന്റ്. സോ myself and Melna, we split our job. Okay. So we used to train celebrities like Kavya Madhavan used to come, Padma Priya used to come. അങ്ങനെ കുറേ സെലിബ്രിറ്റീസ് രാവിലെ വന്ന് ഞങ്ങൾ വിളിച്ചെണീപ്പിക്കണം അവരാണ്. So that was really, we were loving the work what we were doing and we had no other time to think. Okay. അതാണല്ലോ വേണ്ടത്. വേറെ പലതിനെ കുറിച്ച് ആലോചിച്ച് വരുമ്പോഴാണല്ലോ നമുക്ക് ടെൻഷനും മുന്നോട്ട് പോവുക. So money was there. If money is there only you can function. No, it's not finishing. You can build your own dreams. So അങ്ങനെ എക്യുപ്മെന്റ്സ് മേടിക്കുന്നു, ഷോസ് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വലുതായി എൻ്റെ കീഴിൽ കുറേ DJമാർ പഠിക്കാൻ വന്നു. അപ്പോൾ DJ ഫെർട്ടിലിറ്റി വലുതായിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ വന്നപ്പോഴാണ് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ ലോക്ക്ഡൌണിലും ബിസി ആയിരുന്നു. വെർച്വലി DJ സെറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്, വർക്ക്ഔട്ട് ഉണ്ട്. I used to go live. Okay. Because people were saying, wow, come on live, let's have a great time. അപ്പോൾ ഡെയിലി സെയിം ബാക്ക്ഗ്രൗണ്ട് കണ്ട് എല്ലാവരും മടുക്കും. സോ വാട്ട് നെക്സ്റ്റ്? അങ്ങനെയാണ് ഗ്രീൻ മീഡിയ അരുണായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു വെർച്വൽ പ്ലാറ്റ്ഫോം, അത് ചെയ്തത് വേൾഡ്സ് നമ്പർ 1 വെർച്വൽ പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. ആൻഡ് അന്ന് വി ഹാഡ് struck around 60,000 viewers in one day. Oh, nice. On Facebook. And it was like promoted with Facebook also. അങ്ങനെ വന്ന് ഇപ്പോൾ ഇന്നൊരു ഗുഡ് ന്യൂസ് വന്നേക്കുന്ന സ്പോട്ട്ലൈറ്റ് അവാർഡിൽ they have nominated my name with the big DJs of country. Okay. ആരൊക്കെ ആരുടെ അത്ര ഉണ്ട്.
Yeah, Savio is also there. Yeah, congratulations to you, man. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഡി ജെ സാവിയോ ആയിട്ടാണ്. കൊച്ചിയിലും കേരളയിലും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഡി ജെ സാവിയോ. പക്ഷെ നമ്മുടെ ചാനൽ S2Bയിലൂടെ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഡി ജെ സാവിയോയുടെ ഒരു ഓൺടർപ്രണറൽ സൈഡാണ്. ഇനി നിങ്ങളൊരു ബിസിനസ് മാൻ ആണ്, നിങ്ങളുടെ ബിസിനസ്സും ഇവിടെ ഫീച്ചർ ചെയ്യണമെങ്കിൽ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഡെഫിനറ്റ്ലി നിങ്ങളെ ഫീച്ചർ ചെയ്തായിരിക്കും. So thank you guys for watching S2B. Straight to business in 15 minutes.